ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SSC JEE നിങ്ങൾക്കറിയാം, SSC ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒരു പരീക്ഷയാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ 3 ബ്രാഞ്ചിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ജനറലി നടത്തുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് എപ്പോഴും സിവിലിനാണ് വരുന്നത്. എന്നിരുന്നാൽ കൂടി എല്ലാ വർഷവും നമുക്ക് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൃത്യമായി വേക്കൻസീസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSC JEEയുടെ വേക്കൻസി അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, മെക്കാനിക്കലാർക്കും ഇലക്ട്രിക്കലാർക്കും കുറച്ച് വേക്കൻസീസ് കുറവാണെങ്കിലും അവരെ വേക്കൻസീസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഫൈനൽ വേക്കൻസീസിൻ്റെ റിപ്പോർട്ടാണ്. ആസ് ഓഫ് 2024, അതായത് നമ്മുടെ 2024 പ്രകാരമുള്ള ഫൈനൽ വേക്കൻസി അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരിക. നമുക്ക് SC ST 84, ടോട്ടലി 483 ഉണ്ട് സിവിലിൽ, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും കൂടെ ചേർന്ന് 41 വേക്കൻസീസ് ആണ് റിപ്പോർട്ടായിട്ടുള്ളത്. ദെൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മെക്കാനിക്കലിന് 12 വേക്കൻസീസ്, സിവിലിനാണെങ്കിൽ 120 വേക്കൻസീസ് ആണുള്ളത്. കാരണം അപ്പോൾ മെക്കാനിക്കലിനെയൊക്കെ 10 ടൈംസ് നമുക്ക് സിവിലിന് വേക്കൻസീസ് വരുന്നുണ്ട്. ദെൻ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കലിന് 92 വേക്കൻസീസ് ഉണ്ട്. സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് സിവിലിനാണെങ്കിൽ നമുക്ക് 206 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ ഇലക്ട്രിക്കലിന് വേക്കൻസി 2 ആണ്, പക്ഷേ സിവിലിനാണെങ്കിൽ 3 വേക്കൻസീസ്. ദെൻ നേവൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ 3 വേക്കൻസി, ഇലക്ട്രിക്കൽ 3. ദെൻ ഫറാക്ക ബാരേജ് പ്രൊജക്ട്സിൽ നമുക്ക് ഇലക്ട്രിക്കലിന് വേക്കൻസീസ് വരുന്നത് 2 ആണ്. ദെൻ ഫറാക്ക ബാരേജ് പ്രൊജക്ട്സിൽ തന്നെ ബാരേജ് പ്രോജക്ട്സിൽ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിലിന് 2 വേക്കൻസി. MES അല്ലെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. സിവിലിന് നമുക്ക് 432 വേക്കൻസീസ് ഉണ്ട്. മറ്റേത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇവിടെ, പക്ഷേ നമുക്ക് എല്ലാവർക്കും പറ്റും. 432 വേക്കൻസീസ് ഉണ്ട്. MESൽ ഇലക്ട്രിക്കലിനും മെക്കാനിക്കലിനോട് ചേർന്ന് 294 വേക്കൻസീസ് ആണ്. ദെൻ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിൽ സിവിലിൽ 6 വേക്കൻസീസ്. ടോട്ടലി നമുക്ക് വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 1701 ആണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2024 വേക്കൻസി അപ്ഡേറ്റ് മനസ്സിലായല്ലോ. 2024 ഇത്രയും വേക്കൻസീസ് ആണ് നമുക്ക് ആസ് ഓഫ് നൗ ഉള്ളത്. അതായത് ടോട്ടലി നമുക്ക് ഒരു 1700 വേക്കൻസിയോളം ഉണ്ട്. ഈ 1700 വേക്കൻസിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കൂടുതലും സിവിലിന് തന്നെയാണ്. സിവിലിന് അറൗണ്ട് നമുക്ക് 483 ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 100 ഇവിടെ, 120 ഇവിടെ വരുന്നുണ്ട്. ദെൻ എഗെയിൻ 206. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 1000ഓളം സിവിലുകാർക്കാണ് പോകുന്നത്. 1000+ സിവിൽ വേക്കൻസീസ് ആണ് വരുന്നത്. സിവിലുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്നത് എല്ലാ വർഷവും വരുന്ന ഇതുപോലെ നല്ല ഹൈ വേക്കൻസി, ഹ്യൂജ് വേക്കൻസിയോട് വരുന്ന പോസ്റ്റാണ്. നമുക്ക് 2 ടയറായിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ടയർ 1 നമുക്ക് പാസ്സായാൽ മാത്രമാണ് ടയർ 2ലേക്ക് എഴുതാൻ പറ്റുന്നത്. അൺലൈക്ക് RRB CBT1 നമുക്ക് നോൺ ടെക്നിക്കൽ മാത്രമല്ല, ഇവിടെ നമുക്ക് ടെക്നിക്കലും നോൺ ടെക്നിക്കലോട് ചേർന്ന ടയർ 1 ആണുള്ളത്. സോ നോൺ ടെക്നിക്കൽ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ, RRBക്ക് വേണ്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ ടെക്നിക്കൽ നോളജും കൂടി ഉണ്ടെങ്കിൽ SSC JEE നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ മെക്കാനിക്കലുകാരും ഇലക്ട്രിക്കലുകാരും ഇത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കുക. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് സിവിൽ ബ്രാഞ്ച്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രാഞ്ചിൽ എത്ര വേക്കൻസി വരുന്നു, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ സിവിലുകാർക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് SSC JEE എന്ന് പറയുന്നത്. സോ ഇത്രയും വേക്കൻസീസ് നമുക്ക് വിളിക്കാറുണ്ട് എന്നൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ നമ്മുടെ SSC JEEയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.